ബംഗ്ലാദേശ് മുഹമ്മദ് യൂനസ് മുഖ്യോപദേഷ്ടാവായി അല്ലെങ്കിൽ ഇടക്കാല സർക്കാരായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറി. ഷെയ്ഖ് ഹസീന ഇന്ത്യൻ സുരക്ഷാ സേനയുടെ കരങ്ങളിൽ സുരക്ഷിതയായി ഇരിക്കുന്നു. എന്തുകൊണ്ട് ഇന്ത്യ ബംഗ്ലാദേശ് വിഷയത്തിൽ ഇടപെട്ടില്ല എന്ന് പലരും ചോദിച്ച ഒരു ചോദ്യമാണ്. ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ സംരക്ഷിക്കേണ്ട കടമ അല്ലെങ്കിൽ ബംഗ്ലാദേശിലെ ഇന്ത്യക്കാരെ സംരക്ഷിക്കേണ്ട കടമ ഇന്ത്യക്കില്ലേ, എന്തുകൊണ്ട് ഇന്ത്യ ഇടപെട്ടില്ല എന്നുള്ള ചോദ്യം ആവർത്തി പലരും ചോദിച്ചു. ഇന്ന് സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, ബംഗ്ലാദേശിൻ്റെ കാര്യത്തിൽ ഭാരതം ഇടപെടും, ഭാരതത്തിൻ്റെ ഒരു കൺട്രോളിംഗ് ഉണ്ടാകും എന്നുള്ളത്. അതിൽ നിന്ന് എന്താണ് മോദി എന്തൊക്കെയോ തന്ത്രങ്ങൾ മോദിയും അജിത് ഡോവലും അമിത്ഷായും മെനഞ്ഞു വച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നേരത്തെ നമ്മളത് ചർച്ച ചെയ്തതാണ്, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം കൂടി. അത് യാഥാർത്ഥ്യമാകുന്നു. അങ്ങനെ വെറുതെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആളല്ല താൻ എന്ന് മോദി തെളിയിക്കാൻ പോവുകയാണ്. ബംഗ്ലാദേശിൻ്റെ കാര്യത്തിൽ വ്യക്തമായ പ്ലാനിങ് ഈ 3 ചാണക്യന്മാർക്കും രാജ്യതന്ത്രന്മാർക്കുമുണ്ട് എന്നുള്ളതാണ്. എന്തായിരിക്കും ഇവിടെ മോദി ബംഗ്ലാദേശിൻ്റെ കാര്യത്തിൽ കരുതി വച്ചിരിക്കുന്ന ആ ഒരു തന്ത്രം? ധനിയ, മോദി ഈ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ സാധാരണ രീതിയിൽ പറയാറുള്ള വാക്കുകൾക്ക് വലിയ അന്തർദേശീയ മാധ്യമ ശ്രദ്ധ കിട്ടാറുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് വെറുതെ ഒരു കാര്യങ്ങൾ അവിടെ സംസാരിക്കാറില്ല. മറ്റ് പലയിടത്തും സംസാരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ വേദിയിൽ സംസാരിക്കുന്ന ഒരു പവറല്ല ആ പ്രസംഗത്തിന് സ്വാതന്ത്ര്യദിന പ്രസംഗം അല്ലെങ്കിൽ സന്ദേശം എന്ന നിലയിൽ കൊടുക്കുക എന്ന് പറയുന്നത്. അതിൻ്റെതായ ഒരു ഡയമെൻഷനുണ്ട്, അതിൻ്റെതായിട്ടുള്ള ഒരു നയതന്ത്ര രീതിയുണ്ട്, അതിൻ്റെതായിട്ടുള്ള ഒരു എക്സിക്യൂഷനുമുണ്ട്. പലപ്പോഴും പല പ്രഖ്യാപനങ്ങളാണ് അവിടെ ഉണ്ടാകാറുള്ളത്. അതിനോടൊപ്പം തന്നെ രാജ്യം ചെയ്തിട്ടുള്ള വികസന പുരോഗതിയെക്കുറിച്ചും കൃത്യമായി അവിടെ എടുത്തു പറയാറുമുണ്ട്. ഇപ്പോൾ ഇന്ന് രാവിലെ മോദി പറഞ്ഞു വച്ചേക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യ വറീഡ് ഫോർ സേഫ്റ്റി ഓഫ് ഹിന്ദുസ് ഇൻ ബംഗ്ലാദേശ്, ഹോപ്പ് കണ്ടീഷൻസ് നോർമലൈസ് സൂൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അവിടുത്തെ കണ്ടീഷൻസ് എല്ലാം തന്നെ സാധാരണഗതിയിലേക്ക് വളരെ പെട്ടെന്നാകുമെന്ന് താൻ വിശ്വസിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവിടുത്തെ ഹിന്ദുക്കളുടെ ഒരു പ്രശ്നങ്ങളിൽ ഇന്ത്യ വലിയ തരത്തിലുള്ള വിഷമം അനുഭവിക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നു എന്നുള്ളതാണ്. അതായത് അവിടുത്തെ വിഷയങ്ങൾ തന്നെ നോർമലൈസ് ചെയ്യപ്പെടാനുള്ള സംവിധാനം അവിടെയില്ല എന്നുള്ളത് ഈ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി എന്തോ ഒരു തന്ത്രം ഇപ്പുറത്ത് ഇന്ത്യ ചെയ്തു വെച്ചിരിക്കുന്നു. ഷെയ്ഖ് ഹസീന കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെയാണ് ആ വന്നതിൻ്റെ തൊട്ട് പിന്നാലെയുള്ള ദിവസങ്ങളും തന്നെ കാര്യമായി സംസാരിച്ചില്ലെങ്കിലും ഇന്നലെയാണ് അവരൊന്ന് സംസാരിക്കാൻ തുടങ്ങിയത്. ആ ഘട്ടത്തിൽ എല്ലാം തന്നെ കൃത്യമായി ഇന്ത്യ എന്തു ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നു. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഷെയ്ഖ് ഹസീന അവിടെ നിന്ന് വേണമെങ്കിൽ പാകിസ്ഥാനിലൊക്കെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളിലൊക്കെ ഒരു മുസ്ലിം കൺട്രിയിലേക്ക് പോകാതെ, അല്ലെങ്കിൽ UAE പോലെയുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകാതെ തൊട്ടടുത്ത് അവിടെ നിന്ന് ചോപ്പറിലേക്ക് ഇന്ത്യയിലേക്ക് വന്ന് കയറുന്ന ഘട്ടത്തിൽ റഫേൽ വിമാനങ്ങൾ അതിന് സെക്യൂരിറ്റി കൊടുത്ത് ഇന്ത്യയിൽ ഇറങ്ങുകയും അവിടെ നേരിട്ട് ഡോവൽ പോയി ഇവരുമായി ആശയവിനിമയം നടത്തുകയും ഇവർക്ക് ആർമി സുരക്ഷ ഒരുക്കുകയും ഡോവൽ ആ ആശയവിനിമയത്തിന് ശേഷം നേരെ മോദിയെ പോയി കാണുകയും ഈ ഷെയ്ഖ് ഹസീനുമായി സംസാരിച്ച വിഷയങ്ങൾ മോദിയെ കൃത്യമായി ധരിപ്പിക്കുകയും മോദിയും അജിത് ഡോവലും തമ്മിൽ സംസാരിക്കുകയും ഇനി എന്ത് ചെയ്യണം എന്നുള്ള വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ളത് തീരുമാനിക്കുകയും ചെയ്തത് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മോദിയുടെ അല്ലെങ്കിൽ ഡോവലിൻ്റെ പുലിക്കുട്ടികൾ, റോയുടെ ഏജൻസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡോവൽ വളർത്തിക്കൊണ്ട് വന്നിട്ടുള്ള പിള്ളേർ അവിടെ ഉണ്ട്, ബംഗ്ലാദേശിലുണ്ട്. അവർ ഇനി ചെയ്യാൻ പോകുന്ന കാര്യമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡോവലിലെ പുലിക്കുട്ടികൾ പോയി ഈ പ്രക്ഷോഭങ്ങളുടെ നേതൃത്വം കൊടുക്കുന്നവരെ പലരെയും ഇനി കാലപൊരുക്കി ഹൂറികളുടെ അടുത്തേക്ക് അയക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത്തരത്തിൽ അവിടെ ഒരു ഗ്രൗണ്ട് ഈ ഷെയ്ഖ് ഹസീനയ്ക്ക് അനുകൂലമായി ഒരുക്കിക്കൊണ്ട് അവിടുത്തെ സാഹചര്യങ്ങളെ നേരിടുക എന്ന് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല അവിടുത്തെ ഹിന്ദു ജനസംഖ്യ എന്ന് പറയുന്നത് 8% നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ആ ഹിന്ദു ജനസംഖ്യയ്ക്ക് കൂടുതൽ മാനസിക പിന്തുണ കൊടുത്തുകൊണ്ട് ഈ അടിച്ചാൽ തിരിച്ചടിക്കാൻ പറ്റുന്ന പവറിലേക്ക് അവരുടെ മാനസികമായി അവരെ സജ്ജമാക്കുന്ന നിലയിലേക്ക് ഇന്ത്യ കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിനെ
കൃത്യമായിട്ടുള്ള കരുത്തു പകരാൻ വേണ്ടി ഈ അജിത് ഡോവലിലെ കുട്ടികൾ അവിടെ നിൽപ്പുണ്ട്. അവർ കൂടെ ചേർന്നുകൊണ്ടുള്ള കരുത്തു കൊടുക്കലിൻ്റെ ഭാഗമായി ഡിഫൻസ് സോണിൽ മാത്രം നിന്നിരുന്ന അവിടുത്തെ ഹിന്ദു ജനസംഖ്യ ഇനി പ്രത്യാക്രമണം കൂടെ നടത്താൻ വേണ്ടിയുള്ള സാധ്യതയിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്ത്യ ഇതിനെ വലിയൊരു വിഷയമായി തന്നെ അവിടുത്തെ ഹിന്ദുക്കളുടെ വറീസിനെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു കൺസേൺ ആയിട്ട് തന്നെ കാണുന്നു എന്നുള്ളത് തന്നെയാണ് സ്വാതന്ത്ര്യദിന പ്രഖ്യാപനത്തിലൂടെ, സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലൂടെ മോദി പറയുന്നത്. അത് അവിടുത്തെ ഹിന്ദു ജനസംഖ്യയ്ക്ക് നൽകുന്ന ഒരു ആത്മവിശ്വാസം ചെറുതല്ല എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. മാത്രമല്ല, ഇതിനോട് ചേർത്ത് വെച്ച് വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവിടെ ഹിന്ദുക്കൾ വലിയ നരകയാതന അനുഭവിക്കുന്ന ഘട്ടത്തിൽ ഇന്ത്യയിലുള്ള ഹിന്ദുക്കൾ ചേർന്ന് വലിയ പ്രതിഷേധങ്ങൾ ബംഗ്ലാദേശിലെ എംബസിക്ക് മുമ്പിൽ അടക്കം തന്നെ നടത്തുന്ന കാഴ്ച ഉണ്ടായിരുന്നു. ആ കാഴ്ചയ്ക്കും ഇനി കൃത്യമായ ഒരു ഉത്തരം എന്നതിലേക്ക് പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് അർജുൻ പറയുന്നത് ഷെയ്ഖ് ഹസീന ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ വെറുതെ ഒരു കാര്യം പറഞ്ഞു പോകില്ല. ബംഗ്ലാദേശ് ഭാരതത്തിൻ്റെ കൺട്രോളിലാകും എന്ന് പറയുന്നതിൽ ചില കാര്യങ്ങൾ മോദി കൃത്യമായി പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോകുന്നുണ്ട് എന്നതിൻ്റെ കൂടി ഒരു തെളിവാണ് ആ പറഞ്ഞു വെച്ചത്. അപ്പോൾ അർജുൻ പറയുന്നത് ഈ ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം അജിത് ഡോവലും മോദിയും ജയശങ്കറും അമിത്ഷായും എല്ലാം കൂടി ചേർന്നുകൊണ്ട് വീണ്ടും ഷെയ്ഖ് ഹസീനയെ പ്രധാനമന്ത്രിയായി ബംഗ്ലാദേശിൽ അവരോധിക്കും. അത്തരത്തിലേക്കുള്ള ഒരു നീക്കത്തിലേക്കാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ, കാരണം മറ്റൊരു രാജ്യത്തിലേക്കും അവർ പോകാതെ ഇന്ത്യയിൽ തന്നെ അവർ തുടരുന്നത്. ഇത്തരത്തിലുള്ളൊരു പ്ലാനിങ് ഇവർ നടത്തി ബംഗ്ലാദേശിൽ വീണ്ടും അവാമി ലീഗിൻ്റെ തന്നെ നേതാവ് ഷെയ്ഖ് ഹസീനയെ കൊണ്ട് പ്രതിഷ്ഠിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ ആയിരിക്കണം അല്ലേ? തന്നെ അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് മുന്നിൽ ഒരു 3 വാർ ഫ്രണ്ട് തുറന്നു വരുന്നത് ഇന്ത്യക്ക് അത്ര അഭികാമ്യമായിട്ടുള്ള അവസ്ഥയല്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനെയോ അല്ലെങ്കിൽ ബംഗ്ലാദേശിന് ഉണ്ടാകുന്ന പുതിയ പ്രശ്നങ്ങളെയോ നേരിടാൻ വേണ്ടിയിട്ട് ഒരേ സമയത്ത് കഴിയും. അതേ സമയത്ത് തന്നെ ചൈനയും ഇവർ 3 പേരെയും കൂടെ ഒന്നിച്ച് നേരിടുക എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് പോകുക എന്ന് പറയുന്നത് ഇന്ത്യക്ക് അത്രയും അഭിലഷണീയമായിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഈ ബംഗ്ലാദേശിലെ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് നോർമലൈസ് ചെയ്യുക എന്നുള്ളത് ഇന്ത്യയുടെ നയതന്ത്രത്തിൻ്റെ ഭാഗമായിട്ടും ഇന്ത്യയുടെ സെക്യൂരിറ്റിൻ്റെ ഭാഗമായിട്ടും ആവശ്യമാണ്. പ്രത്യേകിച്ച് ഈ ബംഗ്ലാദേശിലെ ഈ പറയുന്ന പ്രശ്നക്കാർ, നമുക്ക് അവർ പ്രശ്നക്കാർ എന്ന് പറയാം. ഈ പ്രശ്നക്കാർ നമ്മുടെ ബംഗാൾ വഴി ഇങ്ങോട്ട് കയറി വരാനുള്ള, അല്ലെങ്കിൽ നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങൾ വഴി ഇങ്ങോട്ട് കയറി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത്തരത്തിൽ കയറി വരാനുള്ള സാധ്യതയെക്കുറിച്ച് അവരെ കൂടുതലായി പരിശോധിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ഇവിടുത്തെ വോട്ട് ബാങ്ക് ഉറപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മമതാ സർക്കാരൊക്കെ തന്നെ അവർക്ക് കൂടുതലായി ഇങ്ങോട്ട് വിളിച്ചു വരുത്തി ഇവിടെ പൗരത്വം കൊടുക്കുന്ന നിലയിലേക്കോ അല്ലെങ്കിൽ അവരെ ഇവിടത്തേക്ക് വെൽക്കം ചെയ്യുന്ന നിലയിലേക്കൊക്കെ പലപ്പോഴും പോയിട്ടുണ്ട്. അപ്പം ആ പോയ ആളുകളിൽ കുറച്ച് പേരെങ്കിലും തന്നെ, ഇങ്ങോട്ട് വന്ന ആൾക്കാരിൽ കുറച്ച് പേരെങ്കിലും തന്നെ അവിടുത്തെ പ്രശ്നക്കാരുടെ അതേ മാനസികാവസ്ഥ ഉള്ളവർ ഇവിടെ ഉണ്ടാവും. അപ്പോൾ അവിടെ ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിൽ ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഉള്ളിലിരുന്ന് ഇവന്മാരും പണി തുടങ്ങും. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തര പ്രശ്നം ഉണ്ടാക്കുകയും ഒരേ സമയത്ത് പ്രശ്നം ഉണ്ടാക്കുകയും ഒരേ സമയത്ത് തന്നെ നമുക്ക് രാജ്യമായിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് പോകേണ്ട അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് എത്രത്തോളം നമ്മൾ എക്യുപ്ഡ് ആണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം ആംഡ് ഫോഴ്സുകൾ ഉണ്ടെങ്കിൽ തന്നെയും നമുക്ക് ഉള്ളിലുള്ള പ്രശ്നങ്ങളെ ഒരു സമയത്ത് തീർക്കുകയും അതേ സമയത്ത് തന്നെ പുറത്തുള്ള പ്രശ്നങ്ങളെ തീർക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളെ ഇന്ത്യ ഇനി നോക്കാൻ പോകുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയവർക്ക് എല്ലാവരും തന്നെ അവർ തിരിച്ചു വിടാൻ പറ്റുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പ്രോസസ്സ് ഏതെങ്കിലും തരത്തിൽ നടത്താനുള്ള സാധ്യതയുണ്ട്. നമ്മൾ നേരത്തെ തന്നെ പരിശോധിച്ച വിഷയമാണ് ഈ പൗരത്വ നിയമത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ, NRCയും ഇതൊക്കെ തന്നെ. ഈ വിഷയം എത്രയും പെട്ടെന്ന് നടപ്പാക്കുകയും അവിടെ നിന്ന് വന്ന ആൾക്കാരെ നിയമത്തിൻ്റെ പഴുതിലൂടെ വന്നിട്ടുള്ള ആളുകളാണ്, അവരൊന്നും നിയമപരമായി വന്ന ആളുകളാകാനുള്ള ഒരു സാധ്യതയുമില്ല. അപ്പോൾ ഈ നിയമത്തിൻ്റെ പഴുതിലൂടെ വന്ന ആളുകളെ എത്രയും പെട്ടെന്ന് തുറങ്കിൽ അടയ്ക്കുകയും അതോടൊപ്പം തന്നെ ബംഗ്ലാദേശിന് വേണ്ടിയിട്ടുള്ള ഈ അവാമി ലീഗിന് വേണ്ടിയിട്ടുള്ള പിന്തുണ കൊടുക്കുകയും അവിടെ കൃത്യമായി ഷെയ്ഖ് ഹസീനെ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഗ്രൗണ്ട് ഒരുക്കണം. ഗ്രൗണ്ട് ഒരുക്കാതെ ഇപ്പം നേരിട്ട് കൊണ്ടുപോയി ചോപ്പറിൽ അവിടെ ഇറക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ചോപ്പർ അവിടെ ബംഗ്ലാദേശിൻ്റെ ബൗണ്ടറിയിൽ എയർ ബൗണ്ടറിയിൽ കയറുന്നതിന് മുമ്പേ താഴെയിടും. അപ്പോൾ ഇന്ത്യ എത്ര തന്നെ സപ്പോർട്ട് കൊടുത്താലും താഴെയിടും. അപ്പോൾ അവിടെ ആദ്യം ഇതിന് വേണ്ടിയുള്ള ഗ്രൗണ്ട് ഒരുക്കണം. ആ ഗ്രൗണ്ട് ഒരുക്കൽ ഇപ്പോൾ
കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ വിഷയങ്ങളെല്ലാം തന്നെ എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത് എന്ന് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത്. നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടപ്പാക്കിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ ബംഗ്ലാദേശിലുണ്ടായിട്ടുള്ള ഈ പ്രശ്നങ്ങളും എത്രയും പെട്ടെന്ന് എത്രയും അടുത്ത ദിവസങ്ങളിൽ തന്നെ പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും.